കൂട്ടായ്മയാണ് ഇവിടെ ചേർന്നത്. ഇതിൻ്റെ അധ്യക്ഷൻ ഒരു കട്ടുണ്ട്. അതേപോലെ വേദിയിരിക്കുന്ന ശിഷ്യർത്തികൾ നമുക്ക് മുഖപരിചയമുള്ള ആളാണ് മൊത്തം. ഇതേപോലെ അതിൽ മാസ്റ്റർ എന്ന ഒരാളെ അന്നാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ബാക്കിയുള്ള നമ്മളൊക്കെ ഇന്ന് മീന ടീച്ചർ പരിചയമില്ലാത്തൊരു മുഖമാണ് ഇപ്പോൾ നമ്മളുടെ കാണപ്പെടുന്നത്. അങ്ങനെയാണ് നമുക്ക് പരിചയമില്ലാത്തൊരു മുഖം. ബാക്കിയുള്ള മുഖം എല്ലാം പറയും. കഴിഞ്ഞ ജോസ് മാസ്റ്ററാണ് കഴിഞ്ഞ ഇങ്ങനത്തെ ഒരു ടൈമിൽ നമുക്ക് പരിചയപ്പെടാനുള്ള വേദി ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ സ്കൂളിൽ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ നടക്കുന്നത്. ഒരു കൂട്ടായ്മ നടത്തുന്നത് നല്ലൊരു കാര്യമാണ്. എന്നാൽ എന്നും കാണാത്ത ഒരു മുഖപരിചയം അന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ സ്കൂൾ ബാക്കി കാര്യങ്ങളെല്ലാം ഇപ്പോൾ പറഞ്ഞു തരും. അതേപോലെ ഇപ്പോൾ വീണ ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അത് നല്ല കാര്യമാണ്. ആ കാര്യത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ സ്കൂളിലേക്ക് ഒന്നാമത് നമുക്ക് യാത്രയാണ് വളരെ ബുദ്ധിമുട്ട്. എല്ലാ ഉദ്യോഗസ്ഥർക്ക് വരാൻ വേണ്ടിയിട്ട് മുട്ടാക്കുത്തുന്ന ഓട്ടോ 55 രൂപ കൊടുത്തിട്ടാണ് എടുത്ത് വരുന്നത്. അതാണ് ഈ വിഷമം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് MLA ആയിട്ട് ബന്ധപ്പെട്ടിട്ട് യാത്രത്തിന് വേണ്ടി ഒരു ബസ് അനുവദിച്ച് തരണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാർച്ചോട് കൂടി നമുക്ക് ആ സൗകര്യം ഒന്നുകൂടി ചെയ്തു തരാമെന്നും കൂടി ഉറപ്പ് തന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് സ്കൂൾ സൗകര്യം ഇപ്പോൾ മൊത്തം ബിൽഡിങ് വരുന്നു. 2 ബിൽഡിങ് അപ്പുറത്ത് ചെയ്തു. ഇനിയിപ്പോൾ 5 ബിൽഡിങ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൗകര്യം വളരെ കൂടുന്നുണ്ട്. നമുക്ക് EP സ്കൂളിന് ഹൈസ്കൂളായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യുമെന്നാണ് എൻ്റെ ഒരു മനസ്സിൽ തോന്നുന്നത്. എനിക്ക് സൗകര്യങ്ങൾ കൂടിക്കൂടി വരുന്നുണ്ട്. യാത്ര സൗകര്യം നമുക്ക് കിട്ടിയാൽ ഇതും നമുക്ക് ചെയ്യാം. അതേപോലെ ഇപ്പോൾ ഈ കൂട്ടായ്മ ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തുന്നത് നല്ലൊരു ബന്ധത്തിനുള്ള ഒരു മാർഗമാണ്. അതേപോലെ ജോസ് മാസ്റ്റർ മാസ്റ്റർ പറഞ്ഞു, നമ്മളെ സ്കൂള് നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മളെ കടമയാണ്. നമ്മൾ പഠിച്ച സ്കൂളാണിത്. ഈ സ്കൂളിൻ്റെ പേര് വന്നെങ്കിൽ നമുക്കാണ് ഇത് നമുക്ക് ആണ് വേണ്ടി കിട്ടുന്നത്. അപ്പം നമ്മളെ കുട്ടികളെ നമ്മളെ സ്കൂളിൽ തന്നെ ഗവൺമെൻറ് സ്കൂൾ അതാത് മേഖലയിൽ എല്ലാ കൂട്ടായ്മയിലും ഈ ഭാഗത്ത് തന്നെ ഉണ്ടാവണമെന്ന് പറയണ്ട. കല്യാണം കഴിയുമ്പോൾ അതാത് മേഖലയിൽ പോയിരുന്നു. അതാത് മേഖലയിലുള്ള ഭാഗത്ത് അതാത് സ്കൂളിൽ ഗവൺമെൻറ് സ്കൂളിൽ ചേർന്ന് നമ്മളെ സ്കൂളിൻ്റെ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള സംവിധാനം ഇത് ചെയ്യുന്നത്. എല്ലാവിധ ആശംസകളും ഇന്ത്യയുടെ ഭാഗമായിട്ട് ആശംസകൾ ആർജിച്ചുകൊണ്ട് നിൽക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഒഗ്രാൽ പുത്തൂരിലെ പൂർവ്വ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ HMന് ഇന്നിടെ എത്തിച്ചേരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇന്ന് എനിക്ക് ഇവിടെ വരേണ്ടി വന്നത്. അപ്പോൾ ഈ പരിപാടി ഇന്ന് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അതിലുപരി ഈ സ്കൂളിൽ തന്നെ മുൻ HMമാരെയും അതുപോലെ തന്നെ ഈ സ്കൂളിലെ ടീച്ചേഴ്സിനെയും പരിചയപ്പെടാൻ കഴിഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. 2002 ഈ സ്കൂളിൽ നിന്നും പടിയിറങ്ങിയ കുട്ടികളാണ് ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരുപാട് സന്തോഷത്തിലായിരിക്കും. ഈ സന്തോഷത്തിൽ എൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഈ പരിപാടി വൻ വിജയത്തിലെത്താൻ വേണ്ടിയിട്ട് എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. അടുത്തതായി മദർ PTA പ്രസിഡന്റ് ശ്രീമതി രേഖ ആശംസകൾ സൊല്യൂഷൻ. എല്ലാവർക്കും നല്ല നമസ്കാരം. നിങ്ങൾ ഞാറൊന്നും എനിക്ക് കുത്തില്ല വലിച്ചു നന്നോ നീല കണ്ടത്
അടുത്തതായി തിമ്മപ്പു ചേട്ടനെ ആശംസ പ്രസംഗം നടത്താൻ വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എൻ്റെ നമസ്കാരം. അതേപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ, ആമുഖ പ്രസംഗത്തില് ഞാനും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച് പറഞ്ഞത് കേട്ടു. വളരെ സന്തോഷം. ജോസ് മാസ്റ്ററും അതേപോലെ തന്നെ ബീന ടീച്ചർ പറഞ്ഞ കാര്യങ്ങളും അതേ രീതി ബാക്കിയുള്ള എല്ലാ ടീച്ചേഴ്സും, രാമചന്ദ്ര മാസ്റ്റർ എല്ലാ ടീച്ചേഴ്സും പറഞ്ഞ കാര്യങ്ങളും ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചിട്ട് സമയം അതിക്രമിച്ചു. എന്നാലും ചെറിയൊരു ബ്രീഫായിട്ടുള്ള ഒരു രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കും. ജോസ് മാസ്റ്റർ പഴയ കാലത്ത് ഈ കെട്ടിടത്തിന്റെ എടുത്ത ബെഞ്ചിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും വിവരിച്ചു പറഞ്ഞു. വാസ്തവാംശം അവർ ചെയ്ത ത്യാഗം എൻ്റെ മനസ്സിൽ ഇന്നും ഇരിപ്പുണ്ട്. അതിന് ശേഷം വന്ന മാഷമാരും ചെയ്ത ത്യാഗം എൻ്റെ മനസ്സിലുണ്ട്. ഒരു മാഷ് ഇത് ചോരുന്നുണ്ട്, ഓട് വെക്കാനാണ്. ആ മാഷ് ബെഞ്ച് വെച്ചിട്ട് ഓട് വെച്ചു. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു പഴയ കാലഘട്ടം. നിങ്ങൾ പഠിക്കുന്ന, ഞാൻ പഠിക്കുന്ന കാലഘട്ടം. രാമശെട്ടി മാഷക്ക് അറിയാം. രാമശെട്ടി മാഷ് എല്ലായിടത്തും ഓടി നടന്ന് ഒരു ഓൺലൈൻ ഷെഡ് അവിടെ ഉണ്ടാക്കിയിട്ട്, അതില്ല ഇപ്പോൾ കാണാൻ പറ്റില്ല. എല്ലാവരും ഓർമ്മ അന്ന് നല്ലൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് വെച്ചിട്ട് ഒരു നമുക്ക് ഓർമ്മ ശക്തിക്ക് വേണ്ടി, ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ വെച്ച് നമുക്ക് പുതുക്കായിരുന്നു. അപ്പൊ അന്നത്തെ കാലഘട്ടത്തില് വന്ന നമ്മളെ ഈ കുട്ടികൾ, അന്നത്തെ കുട്ടികൾ, നിങ്ങൾ എന്റെ കടയായി ബന്ധപ്പെടുമ്പോ ബഹുമാനത്തോട്, ജോസ് മാഷെ പിന്നെ ഞാൻ സ്മരിക്കേണ്ടി വരും, ബഹുമാനത്തോട് കൂടി സംസാരിക്കുകയായിരുന്നു. അപ്പൊ ഇന്ന് ആ മാഷ അതിന്റെ വ്യത്യാസം പറഞ്ഞു. അന്ന് ഒരു മിഠായി തരൂ എന്ന് പറഞ്ഞു. ഇന്ന് ഒരു മിഠായി തരൂ എന്ന് പറയില്ല, അത് താ, ഇത് താ. അപ്പൊ വ്യത്യാസം അത്ര. അപ്പൊ അതിനെ മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക്, എനക്കും എല്ലാവർക്കും ഉണ്ടത്. നമ്മളെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിയെടുത്ത് ഭാവിയിൽ ബഹുമാനിക്കാനുള്ള ഒരു ശേഷി, ഒരു അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അതിനുശേഷം ഈന ടീച്ചർ പറഞ്ഞ കാര്യം, ഈ സ്കൂളിനെ നല്ല നിലവാരത്തിൽ എത്തിച്ച് അന്താരാഷ്ട്ര തലത്തിൽ അല്ലെങ്കിലും ഈ നമ്മുടെ ജില്ലയിൽ നല്ലൊരു സ്കൂളായി മാറ്റണം എന്നൊരു അഭിപ്രായം, നല്ല ആശയം. അതിന് നമ്മളെല്ലാവരും കൂടി ചെയ്താല്, പ്രയത്നിച്ചാലും അത് നടന്നേ തീരും. കാരണം എന്താ പറഞ്ഞാല്, ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താ പറഞ്ഞാല്, അന്നത്തെ കാലത്ത് എന്തും ഇല്ല. എന്റെ കടയിലാണ് കറണ്ട് ഇടത്തേക്ക് ഫോർത്തിന് രാമചന്ദ്രമായിട്ട് വന്നിട്ട് ഇവപ്പ നാളെ കറണ്ട് തരണം കൊടുത്ത ഒരു കാലഘട്ടം. തിമ്മപ്പ കുറച്ച് വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചൊരു കാലഘട്ടം. തിമ്മപ്പ കുറച്ച് വിറകില്ല, ചർച്ചയില്ല, ചെപ്പില്ല എന്ന് പറഞ്ഞ് പോയ ഒരു കാലഘട്ടം. അതെല്ലാം ഓർത്തുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ മീൻ വളർത്തുന്നതല്ല, ആ സ്ഥിതിനെ ഒന്ന് ഓർത്തുകൊള്ളുന്നത്. അപ്പൊ ആ കാലഘട്ടമല്ല, ഇന്ന് നമ്മൾക്ക് പുതിയ ഒരു കാലഘട്ടമാണ്, നമുക്ക് വേഗതയുള്ള ഒരു കാലഘട്ടമാണ്. കാലത്തിന്റെ മാറ്റങ്ങൾ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ അതിന്റെ പിറകിൽ നിൽക്കാൻ പാടില്ല. നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മളെ കുട്ടികളും മുന്നോട്ട് പോകും, അതിനേക്കാളും മുന്നോട്ട് പോകും. അതിന് ഒറ്റ ഉദാഹരണം ചന്ദ്രയാണ്. ഞാൻ കുറെ പറയാൻ പാടില്ല, ഞാൻ പറഞ്ഞു പോയി. അപ്പൊ ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, ഇംഗ്ലീഷ് മീഡിയം ക്ലാസ് നമ്മളെ ബഹുമാനപ്പെട്ട മുമ്പത്തെ HM ഉഷ ടീച്ചർ അവരുടെ സ്ഥാപിച്ചു. നമ്മളെ കാലഘട്ടത്തിലായിരുന്നു. അതിനുശേഷം അതിപ്പോഴും നടക്കുന്നുണ്ട്. ശ്രീമാൻ നമ്മളെ ഇപ്പോഴത്തെ PTA പ്രസിഡന്റ്, LPTA പ്രസിഡന്റ് അവരുടെ പ്രയത്നത്തില് അത് മുന്നോട്ട് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
വീട്ടിലെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, എങ്ങനെയുണ്ട്, എങ്ങനെ പോകുന്നുണ്ട് എന്നറിയാം. അപ്പൊ ഇത് നമ്മൾ ഇനി ഭാവിയിൽ ചെയ്യേണ്ടത്, നമ്മളെ ഈ രാഷ്ട്രത്തിനെ ഒരു ഉന്നമനത്തില് കൊണ്ടുപോകണമെങ്കിൽ, വികസനത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരാൾ വിചാരിച്ചാൽ പോരാ, ഒരു HM വിചാരിച്ചാൽ പോരാ, ഈ പറയുന്ന ടീച്ചേഴ്സ് വിചാരിച്ചാൽ പോരാ, എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ, നമ്മൾ ഏറ്റുപിടിച്ചാൽ അത് നമുക്ക് ഭാവിയിൽ നമ്മളെ ഒരു ഭാരതം, സുശക്തമായ ഭാരതമായി മാറും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, പഴയകാലം നമ്മളെല്ലാവരും ഓർത്തുകൊണ്ട്, ഇന്ന് നിങ്ങളെ ഈ കൂട്ടായ്മക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട്, ഭാവിയിൽ എല്ലാവർക്കും നല്ലത് വരുത്തുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പല വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ, അതിനെ മാപ്പ് തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഒരിക്കലും കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ജയ്. ടീച്ചേഴ്സിന് ഞങ്ങളുടെ ഉപഹാരം നൽകുന്ന ചടങ്ങാണ്. ആദ്യമായി ഉപഹാരം നൽകാൻ വേണ്ടി PTA പ്രസിഡന്റിനെയും സ്കൂൾ റെപ്രസെന്റ് ചെയ്ത് വന്ന ശിവ ടീച്ചറെയും ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങാൻ വേണ്ടി SN രാമശെട്ടി മാഷിനെയും ക്ഷണിക്കുന്നു. നിങ്ങൾ ഫ്രണ്ടിൽ തന്നെ നിൽക്ക്, ഫ്രണ്ടിൽ തന്നെ നിൽക്ക്. താങ്ക് യു രമേശ് ചേട്ടാ, ശിവ ടീച്ചർ. ജോസ് മാഷിന് ഉപഹാരം നൽകാൻ വേണ്ടി രാമമാഷിനോട് റിക്വസ്റ്റ് ചെയ്യാണ്. രാമശെട്ടി മാഷിനോട് ജോസ് മാഷിനോട് ഉപഹാരം നൽകാൻ വേണ്ടി ഉപഹാരം ഏറ്റുവാങ്ങാൻ ശാന്തകുമാരി ടീച്ചറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ഉപഹാരം ഏറ്റുവാങ്ങാൻ ബീന ടീച്ചറിനെ ക്ഷണിക്കുന്നു. മാഷ് കൊണ്ട തിരിച്ചിട്ട് കൊടുക്കും. അടുത്തതായി ഉപഹാരം ഏറ്റുവാങ്ങാൻ രാമചന്ദ്ര മാഷിനെ ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങാൻ രത്നപ്രഭ ടീച്ചറിനെ ക്ഷണിക്കുന്നു. ആ ഫോൺ വാങ്ങിക്കോ, എടുത്തോ. അടുത്തതായി സരോജിനി ടീച്ചറെ ക്ഷണിക്കുന്നു. താങ്ക് യു രമേശ്.
അടുത്തതായി ഞാൻ ഉപഹാരം നൽകുന്നതിന് വേണ്ടി ജോസ് മാഷിനെ ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങാൻ വേണ്ടി നിലപ്പ് എടുക്കുകയാണ്. ഈ ചെറിയ കൂട്ടായ്മയിൽ ഞങ്ങൾ സ്വരൂപിച്ച ഒരു ചെറിയ തുക കൊണ്ട് ഈ സ്കൂളിലേക്ക് ഒരു ഉപഹാരം നൽകാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങാൻ വേണ്ടി PTA പ്രസിഡന്റ് രമേശ് ചേട്ടനെയും മദർ PTA പ്രസിഡന്റ് രേഖ ചേച്ചിയെയും സ്കൂൾ റെപ്രസെന്റ് ചെയ്ത് വരുന്ന ടീച്ചർ ശിവ ടീച്ചറെയും ക്ഷണിക്കുന്നു. മാഷ ഇനി നമുക്കുള്ള മൊമെന്റോ വിതരണമാണ്. എല്ലാവരും പഴയ ചുറുചുറുക്കോട് കൂടി വന്ന് ഏറ്റുവാങ്ങുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് 5 പേര് പോണം കേട്ടോ. ഫസ്റ്റ് ഒരു 5 പേര് പോണം. ആയിരുന്നില്ല എണിച്ചോ രതീഷ് എണിച്ചോ ഫാസിൽ പോ. ഫസ്റ്റ് 5 പേര് പെട്ടെന്ന് പോവാൻ. അത് നമുക്ക് വാങ്ങാൻ പോ സ്റ്റുഡൻസ് പോടാ പോ ഫസ്റ്റ് 5 പേര് പോ. അവരൊന്നെടുത്തിട്ട് പോ ആയിട്ട് ഒരു പോ പോടാ ഫാസിലേ പോ. ജാഫർ ക്ലാപ്പടി. അടുത്തത് പോ ഫൈസല്. എടാ നിന്റെ തല എടുത്ത മോനെ. പോടാ രതീഷ് സമീർ ഷാനവാസ് Thank you, teacher. അടുത്തതായി ഉപഹാരം നൽകാൻ വേണ്ടി രാമചന്ദ്ര മാഷിനെ ക്ഷണിക്കുന്നു. യമുന നീ ഒന്ന് ഇരിക്കേ. ഏറ്റുവാങ്ങുന്നതിനായി പ്രദീപ് പോ. യോഗീഷ് എടുക്കേ. ഞാൻ ക്ലിക്കാക്കി അതിൻ്റെ എടുക്കാം. ഈ കുഞ്ഞിത്തല നീ ഫോട്ടോ എടുത്തല്ലോ. അടുത്തതായി ഉപഹാരം നൽകുന്നതിന് വേണ്ടി എല്ലാവരും പോട്ടെ. ഏറ്റുവാങ്ങുന്നതിനായി നിലോഫർ സുനിത ഹസീന
ക്ലാസ് തന്നു മതി. എൻ്റെ ഫോട്ടോ എടുക്കണോ? ആ വിടാം, എടുക്കണം. അസിനെ ഇങ്ങോട്ടൊക്കെ നീ അതിനെ ചൊടിച്ചിട്ട് നിന്നെ അനീസ, നമുക്ക് ലാസ്റ്റ് നിഷ, മതിയില്ലേ? നെക്സ്റ്റ് ടീച്ചറോ താങ്ക് യു ടീച്ചർ. അടുത്ത ഉപഹാരം നൽകുന്നതിനായി രത്നപ്രഭ ടീച്ചർ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി നവ്യ. സൗമ്യ, റയ്യാന, അറിയാനാ പോ സൈനബ, താങ്ക് യു ടീച്ചർ. അടുത്ത ഉപഹാരം നൽകുന്നതിന് ഹിമബോർഡിനെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി സൈന. അഫ്സിയ, ചിക്കൻ താങ്ക് യു ദീപബേട്ട. ഒന്നുകൂടി ജോസ് മാഷിനെ ശല്യം ചെയ്യാണ്. മാഷെ അടുത്ത ഉപഹാരം നൽകാൻ വേണ്ടി മാഷിനെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി മിനി സ്വാമിനെ ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് നൗഷാദിനെ ക്ഷണിക്കുന്നു. അർഫാന, ഞാൻ പൂച്ചനോ ഒന്നിനാ കൈ വറുക്കുന്നു. ആയില്ലേ? എല്ലാവർക്കും നമസ്കാരം. കുറേ വർഷത്തിന് ശേഷം നിങ്ങളെല്ലാവരെയും കണ്ടതിൽ വളരെ 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 സന്തോഷമുണ്ട്. നിങ്ങളെല്ലാം കണ്ടിട്ടും സങ്കടമുണ്ട്. നിങ്ങളെ തടി കൂടിയതും മെലിഞ്ഞതും പെണ്ണ് കെട്ടാത്തവരും പിന്നെ നമ്മളെ ക്ഷണം സ്വീകരിച്ച് എത്രയോ ദൂരത്തുനിന്ന് എത്തിയ നമ്മുടെ ക്ലാസ് മാഷ് ജോസ് മാഷിന്, പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് ബീന ടീച്ചർ, ടീച്ചർക്ക് എല്ലാവർക്കും നന്ദി. ഒന്ന്
പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. താങ്ക് യു, നന്ദി, നമസ്കാരം. ഇത് സാധ്യത എല്ലാവർക്കും അറിയാലോ അല്ലേ? 10 years ആയിട്ട് ബാങ്കിങ് ഫീൽഡ് HDFC ബാങ്കിൽ ഡെപ്യൂട്ടി മാനേജറായിട്ട് ഗോൾഡ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. പിന്നെ ഇത് പഴയകാല മെമ്മറി എന്ന് പറയുന്നത് ഞാൻ സ്പോർട്സ് ആയിരുന്നു എൻ്റെ ഫീൽഡ് മൊത്തം. അല്ല എല്ലാവർക്കും അറിയാം, ഞാൻ സ്പോർട്സ് ആയിരുന്നു മുന്നേ. അത് വിട്ട് അവസാനം ബാങ്കിങ് ഫീൽഡിലെത്തി. ഡിഗ്രി ഉണ്ടായിരുന്നത് ഗവൺമെൻറ് കോളേജ് ഗോവിന്ദപ്പയിൽ പഠിച്ചത്. പിന്നെ ഇപ്പോൾ ടൗൺ ബ്രാഞ്ചിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ഇതിൽ സ്റ്റുഡൻസിനെ കുറച്ച് പേരെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, ഈ ഭാഗത്തുള്ളവരെ കാണാറ് കുറവാണ്, അഫ്സാനെ കാണാറുള്ളൂ. പിന്നെ ഇതിലും മനോഹരമായ നിമിഷം എന്ന് പറയുന്നത് ടീച്ചേഴ്സിനെ കണ്ട നിമിഷമാണ്. ആദ്യമായിട്ട് കാറിൽ നിന്ന് വരുമ്പോൾ ടീച്ചേഴ്സിനെ ജോഷ് മാസിനെ കണ്ടത് വളരെ സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ്. പിന്നെ കന്നഡ ടീച്ചേഴ്സ്, നമുക്ക് ഇവർ കന്നഡ ടീച്ചേഴ്സാണ്, ഒരു കന്നഡ ടീച്ചേഴ്സിൻ്റെ ഒരു ടീച്ചേഴ്സാണെന്ന് നമുക്കിപ്പോൾ കാണുമ്പോൾ തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ മാഷിനൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ കുറേ പ്രാവശ്യം പഠിപ്പിച്ച മാഷായിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. പിന്നെ എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ടീച്ചറിനെ ഇടയ്ക്ക് കാണാറുണ്ട്, ഇവിടെ തന്നെയാണ്. പിന്നെ ഇതൊക്കെ ഉള്ളൂ.